ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. കുറെ നാളായി നിങ്ങളും എന്നോടൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറയുന്നു. ഞാനും കുറേയായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നു. ലാസ്റ്റ് നമ്മളൊന്ന് ചെയ്തു. ഇതും ഒരു നോർമൽ ഡേ തന്നെയാണ്. ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഡേ ഒന്നും അല്ല. പുറത്തു പോവാനൊന്നുമില്ല. ഒരു ഹോം ബോഡി വ്ലോഗ് അങ്ങനെയൊക്കെ തന്നെ പറയാം. ഈ ഒരു ചാനലിൽ ആദ്യമുള്ള വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ രാവിലെ എണീറ്റാല് വിൻഡോസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യും, ബ്ലൈൻഡ്സ് ഒക്കെ മാറ്റും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അതൊക്കെ തന്നെ ഇപ്പോഴും ചെയ്യുന്നുള്ളൂ. ആദ്യമൊക്കെ ഞാൻ നേരത്തെ എണീക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും നേരത്തെ എണീക്കുന്നുണ്ട്, കണ്ണ് തുറക്കുന്നുണ്ട്. പക്ഷെ കിടക്കേ നിങ്ങൾ പൊങ്ങി വരാൻ ഒരു ബുദ്ധിമുട്ട്. മാക്സിമം പോയാൽ ഒരു 8 മണി, അതിൻ്റെ ഉള്ളിൽ ഞാൻ എണീക്കാറുണ്ട്. ഇന്നും ഏകദേശം ഒരു 7:45 8 മണി ആ ഒരു ടൈമിലാണ് എണീറ്റത്. വിൻഡോന്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ ഇലകളൊക്കെ നനഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ട്. രാത്രി മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബ്രഷ് ചെയ്തു, ഫേസ് ഒക്കെ കഴുകി. എനിക്ക് സ്കിൻ കെയർ ഇല്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യണമെന്ന് പറയാൻ തുടങ്ങിയിട്ടും കുറെ നാളായി. നോക്കൂ ഗായ്സ്, എന്റെ റൂമിൽ സൺലൈറ്റ് വന്നു. എത്ര നാളായി എന്റെ റൂമിലേക്ക് ഇങ്ങനെ ഒരു സൺലൈറ്റ് വന്നിട്ട്. എപ്പോഴും ഇപ്പൊ ഗ്ലൂമി ആയതുകൊണ്ട് പ്രത്യേകിച്ച് സൺലൈറ്റ് കാണാറില്ല. എന്തോ ഒരു ഇതിൽ സൺലൈറ്റ് വന്നപ്പോ തന്നെ ഞാൻ എന്റെ മിറർ ബോൾ അവിടെ കൊണ്ടുവച്ച് കുറച്ച് പ്രകാശം പരത്തി. മുന്നേ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിലും മിനിമം 2 പ്രാവശ്യമെങ്കിലും ഞാൻ സൺലൈറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ എന്റെ റൂമിൽ ഫുള്ള് സൺലൈറ്റ് വന്നു, അല്ലെങ്കിൽ ടേബിളിലേക്ക് സൺലൈറ്റ് വന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ കുറേയായി ഞാൻ പറയാത്തത് വേറെ ഒന്നുമല്ല. ഇപ്പൊ സൺലൈറ്റ് ഉണ്ടാവാറില്ല. നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ, ഗ്ലൂമി ആണല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ ഇന്നിങ്ങനെ സൺലൈറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആകെ ഒരു 5 മിനിറ്റ് ഈ സൺലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും ഗ്ലൂമി തന്നെയായി. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് റൂമിലേക്ക് ഇങ്ങനെ സൺലൈറ്റ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയില്ല, പക്ഷേ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ഇങ്ങനെ ഇരുണ്ട റൂമിലൊക്കെ ആയിരിക്കും ഇഷ്ടം, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടം. അതൊക്കെ കഴിഞ്ഞ് വെറുതെ അടുക്കളയിലേക്ക് പോയതാണ്. ഇന്നിപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പോയി നോക്കിയപ്പോൾ ഭാഗ്യത്തിന് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് തട്ടിന്റെ മേലെ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, എന്തായാലും ഇതൊക്കെ ഞാൻ ചെയ്യാം, എന്നിട്ട് വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചു ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് ശരിയാക്കി വെച്ചു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയതുകൊണ്ടാണ് കുറേയൊക്കെ ആ തട്ടിന്റെ മേലെ തന്നെ ഒട്ടിപ്പിടിച്ചു പോയത്. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. അറിയാലോ, ഞാൻ രാവിലെ എണീച്ച് വെറുതെ ഇങ്ങനെ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കാറുണ്ട്. ഇന്നിങ്ങനെ കുറെ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ, ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ നോക്കും. നനയ്ക്കേണ്ട കാര്യമില്ല, കാരണം മഴയുണ്ടല്ലോ. ഇതെന്റെ റൂമിലെ സൈഡിലായിട്ടുള്ള വിൻഡോ ആണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കാണാറുണ്ടാവുക. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ജനാല തുറന്ന് നോക്കിയപ്പോൾ ഇലകളൊക്കെ നനഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. അത് ഈ ഒരു ഇലകളൊക്കെ ഞാൻ വിൻഡോന്റെ ഉള്ളിൽ കൂടെ കാണുമ്പോഴാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ കുറേ നാളായി വിചാരിക്കുന്നു ഇവിടുന്ന് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണം, എന്നിട്ട് റൂമിലേക്ക് കൊണ്ടുവെക്കണം എന്നൊക്കെ. പക്ഷെങ്കിൽ മടി കൊണ്ട് ഒന്നും അങ്ങ് ചെയ്യുന്നില്ല. എൻ്റെ റൂമിൽ ഇപ്പോൾ ഉള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ടേബിളിലുള്ള മിറർ ബോൾ പ്ലാന്ററിൽ വെച്ച മണി പ്ലാന്റും കുറച്ച് സ്നേക്ക് പ്ലാന്റും ഉണ്ട് ആ മിററിന്റെ സൈഡിലായിട്ടും. അത്രേ ഉള്ളൂ. ഇന്നെന്തായാലും നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സണ്ണൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇന്ന് മഴയും പെയ്തിട്ടുണ്ട്, എന്നാലും സൺലൈറ്റ് ഒക്കെ വന്നപ്പം എനിക്ക് നല്ല എനർജിയായി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ 4 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. പിന്നെ ചട്നി ആയിരുന്നു. ഇവിടെ റെഡ് ചട്നി ഉണ്ടാക്കാറുണ്ട്, വൈറ്റ് ചട്നി ഉണ്ടാക്കാറുണ്ട്. രണ്ടും എനിക്കിഷ്ടമാണ്. ഇന്ന് റെഡ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിലേക്ക് തന്നെ പോയി. ഇവിടെ ടേബിൾ വൃത്തിയാക്കാൻ മാത്രമൊന്നുമില്ല, പക്ഷെ ആ ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചപ്പോൾ തന്നെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ടേബിളിൽ തന്നെ വെച്ചതായിരുന്നു. പിന്നെ ടേബിളിൽ തന്നെ ഇത് കണ്ടപ്പോൾ എന്തോ പോലെ, അപ്പം ഞാൻ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഇനി ടു ഡു ലിസ്റ്റ് എഴുതുന്ന ഒരു ആചാരമുണ്ട്, അതിലേക്ക് നമ്മൾ കടക്കാണ്. ടു ഡു ലിസ്റ്റ് എന്നും പറഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ കുറേയായി പ്രത്യേകിച്ചൊന്നുമില്ല. കോളേജ് അഡ്മിഷൻ അതൊക്കെ തന്നെയുള്ളൂ. ഇന്ന് പുറത്തു പോകാനുമില്ല. ആകെ ഒരു സംഭവമാണ് മെയിനായിട്ട് ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ആ ഒരു മെയിൻ സംഭവത്തിന് തന്നെ കുറേ ടൈം എടുക്കും. അത് വേറെ ഒന്നുമല്ല, ഞാൻ ഈ മാസ്ക് ഒക്കെ എടുത്തിട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് ക്ലീനിങ് ആണ് നമ്മുടെ പരിപാടി. എനിക്ക് ഡസ്റ്റ് അലർജി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ക്ലീനിങ് അങ്ങ് നടന്നു പോവാറില്ല. ഈ വിൻഡോ ആണെങ്കിൽ ഞാൻ തീരെ ക്ലീൻ ചെയ്യാറില്ല. ഞാൻ ഏതോ വീഡിയോ ഇട്ട സമയത്ത് ആരോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിൻഡോ നല്ല ക്ലീൻ ആണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് നാക്കി പറഞ്ഞതാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒട്ടും വൃത്തിയാക്കാത്ത സ്ഥലമാണ് വിൻഡോ. എപ്പോഴും വീഡിയോ എടുക്കാൻ നേരം ഞാൻ വിചാരിക്കും, അയ്യോ വിൻഡോ ക്ലീൻ അല്ലാലോ, ഇതിങ്ങനെ വീഡിയോയിൽ കാണുമോ, അപ്പം എന്ത് വിചാരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും. എന്നിട്ട് അടുത്ത പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോഴേക്കും മൊത്തം ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെ എന്ത് പറയാൻ, ആ മടി കൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യില്ല. ഇങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെക്കും. പിന്നെ ചെയ്യാം അങ്ങനെ അവിടെ വെക്കും. ലാസ്റ്റ് നമ്മൾ ഇന്ന് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. കുറേ കാലമായിട്ട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറേ ക്ലീൻ ചെയ്യാനുണ്ട്. ആദ്യം ഞാൻ ആ ഡസ്റ്റ് ഇങ്ങനെ മുട്ടുന്ന സാധനം
സാധനം കൊണ്ട് കുറെ തട്ടിപ്പോക്കി, എന്നിട്ട് ഒരു തുണി എടുത്ത് തുടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വേറൊരു കോമഡി എന്താന്ന് വെച്ചാൽ, കോമഡി അല്ല, ഒരു ഫാക്ട് എന്താന്ന് വെച്ചാൽ, ഇവിടെ ഉള്ള റൂമിലൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വിൻഡോസ് ഉള്ള റൂം എന്റെ റൂമാണ്. ഞാൻ തന്നെ സെലക്ട് ചെയ്ത റൂമാണ് ഇത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വേറൊരു റൂമായിരുന്നു സെലക്ട് ചെയ്തത്. പിന്നെ ഇതിൽ കുറെ വിൻഡോസ് കണ്ട് കുറച്ചധികം സൺലൈറ്റ് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ റൂമിലേക്ക് ചാടിയത്. എന്നിട്ട് ഈ വിൻഡോസിന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്നിട്ട് വിൻഡോ ഒന്നും വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ മോശമല്ലേ? നിങ്ങൾ ഈ ഒരു ടൈം ലാപ്സിൽ കുറച്ച് സമയം കാണുന്നത് പോലെയല്ല ഞാൻ വൃത്തിയാക്കിയത്. കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ജനൽ കമ്പികളുണ്ട്, നല്ല ഹൈറ്റും ഉണ്ട്. അതൊക്കെ വൃത്തിയാക്കി. പൊടിയാണെങ്കിൽ പോകുന്നില്ല. അങ്ങനെ പൊടി തട്ടി എന്നിട്ട് തുണി കൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു കുഞ്ഞു പ്രാണി എന്നെ നോക്കി വെച്ച് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. അതിന്റെ വീട് വല്ലതും ഞാൻ നശിപ്പിച്ചോന്ന് ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഏകദേശം വിൻഡോ കാര്യങ്ങളൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. വിൻഡോയിൽ തന്നെ ഗ്ലാസ് ഒന്നും ഞാൻ വൃത്തിയാക്കിയില്ല, കമ്പി മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളൂ. അത് പുറത്തു പോയിരുന്ന് വൃത്തിയാക്കേണ്ടി വരും. അത് നമുക്ക് പിന്നെ വൃത്തിയാക്കാം. ഇന്ന് തന്നെ മൊത്തം ചെയ്താൽ ആകെ ക്ഷീണിച്ച് മടുപ്പ് വന്നു പോകും. അതുകൊണ്ട് അത് പിന്നെ വൃത്തിയാക്കാന്ന് വിചാരിച്ചു. എന്നിട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി പൊടിയൊക്കെ പോക്കി ശരിയാക്കിയിട്ടുണ്ട്. വിൻഡോ ക്ലീൻ ചെയ്തത് കൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ പൊടി താഴെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. കുറച്ചധികം ടൈം എടുത്ത് ക്ലീൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വേർത്ത് നാശമായിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ പോയി കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഒന്നാമത്തെ കാര്യം, ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിച്ച് വെച്ചൊരു സാധനമാണ്. കുറേ ദിവസമല്ല, കുറേ മാസമായിട്ട് വിചാരിച്ച് വെച്ച കാര്യമാണ് ഈ ഒരു വിൻഡോ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ടത്. ആ ഒരു വലിയ ബാധ്യത കഴിഞ്ഞപ്പോൾ തന്നെ ഒരാശ്വാസമുണ്ട്. കുളിയും കൂടെ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ നല്ലൊരു സുഖമായിരുന്നു. ഇനി ലഞ്ച് കഴിക്കണം. അതിന്റെ മുന്നേ ഈ ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്. ഇത് അമ്മ ഉണ്ടാക്കാൻ വെച്ചതാണ്. അതിനുവേണ്ടി മഞ്ഞപ്പൊടി കാര്യങ്ങളൊക്കെ ആദ്യം അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കും, ഇന്ന് വീഡിയോ എടുക്കണം, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പോലെയാണ് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, മിക്സ് അവിടെ റെഡിയാണ്. ഇനി കുറച്ച് എണ്ണയിൽ കടുക് ഇട്ടാൽ മതി. ഈ കടുക് ഇടുന്നത് പോലും അമ്മ ബാക്കിൽ നിന്ന് പറഞ്ഞിരുന്നുണ്ട്, ഇനി ഇട്ടോളൂ, തീ കുറച്ചോളൂ, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഞാൻ ഓഡിയോ ഓഫ് ചെയ്തോണ്ടാണ് നിങ്ങളത് കേൾക്കാത്തത്. ഇതൊക്കെ വെളിച്ചെണ്ണയിൽ ഇടുന്ന സ്റ്റൈല് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പേടിച്ചോണ്ടാണ് ഇടുന്നത് എന്ന്. എന്നാലും കുഴപ്പമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഉപ്പേരിയാണ്. അങ്ങനെ ചൂടോടെ നമ്മൾ ഉപ്പേരി റെഡിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സത്യം പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഉപ്പേരി മാത്രം മതി, ഞാൻ നന്നായിട്ട് കഴിച്ചോളുന്നു. ഇന്ന് പൊരിച്ച മീനും കൂടെ ഉണ്ടായിരുന്നു, എന്നാലും ഉപ്പേരി മാത്രം മതി, പ്രത്യേകിച്ച് കറി വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. രാവിലെ മുതൽ നമ്മളിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഉച്ചവരെ നമ്മൾ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചുള്ളൊരു സുഖം അടിപൊളിയാണ്. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കുന്ന ശീലമുണ്ട്. ഇന്നിവിടെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ചോക്ലേറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ചോക്ലേറ്റിനല്ല അതിന്റെ പാക്കറ്റിനാണ് പ്രത്യേകത. നല്ല ഒരു ഗോൾഡൻ കളറിലാണ് പാക്കറ്റ് വരുന്നത്. അത് മാത്രമല്ല കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ടെക്സ്ചറും കൂടെയാണ് പാക്കറ്റിലുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ബ്ലൂ കളറിലാണ് പാക്കറ്റ് ഉള്ളത്. ഇതിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുമുണ്ട്. അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു. ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ കടിച്ച് പൊട്ടിച്ച് കഴിച്ചു. ഒരു 2:30 ആയപ്പോൾ നല്ല ക്ഷീണം വന്നു. ക്ഷീണം എന്ന് വെച്ചാൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അല്ലെങ്കിലും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ലഞ്ച് കഴിച്ചു കഴിഞ്ഞാലും ഒരു ഉറക്ക് നിർബന്ധം. ഉറക്കൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തില്ല. പിന്നെ 6:30 ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. കുറേ നാളായി നമ്മൾ ജേർണലിങ് ചെയ്തിട്ട്. എല്ലാ വീഡിയോസിലും ഞാനൊരു ജേർണലിങ് പേജ് ഉൾപ്പെടുത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇപ്പൊ ജേർണലിങ് ചെയ്യാം. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ടേബിളിലേക്ക് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പേജൊക്കെ സെറ്റ് ചെയ്യാം. സാധാരണ ഗ്രിഡ് ലൈൻസ് വരുന്ന പാറ്റേൺ പേപ്പർ ആണ് ഞാൻ സ്റ്റിക്ക് ചെയ്യാറ്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിക്കി നോട്ട് വരുന്നുണ്ട്, ഇങ്ങനെ ഗ്രിഡ് ലൈൻസ് വരുന്നത്. അത് വെച്ചിട്ടാണ് ഒരു സൈഡ് കവർ ചെയ്തത്. തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് ഞാനൊരു എൻവലപ്പാണ് ഒട്ടിച്ചത്. എനിക്ക് എൻവലപ്പ് ഉണ്ടാക്കാൻ അറിയില്ല. ഒരു ടൈം ഞാൻ ഉണ്ടാക്കിയപ്പോൾ പാളിപ്പോയി. അത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അത് നമ്മുടെ ന്യൂ ഇയർ പ്രിപ്പറേഷൻ വീഡിയോയിൽ കാണാൻ പറ്റും. ഇത് ഞാൻ ഉണ്ടാക്കി പഠിച്ചതായിരുന്നു. അത് അത്യാവശ്യം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഗ്രിഡ് ലൈൻസ് വരുന്ന പേപ്പർ ഒട്ടിച്ച് അതിൻ്റെ സൈഡിലായിട്ടും അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. വീട്ടിൽ ടീ ടൈമിന്റെ സമയത്താണ് ഞാൻ ജേർണലിംഗ് എന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഡൈനിങ് ടേബിളിന്റെ അങ്ങോട്ടേക്ക് പോയിരുന്ന് കഴിക്കാൻ പറ്റിയില്ല, കുടിക്കാൻ പറ്റിയില്ല. ഇന്ന് ടീ അല്ല, ബൂസ്റ്റ് ആണ്. എന്തായാലും ടേബിളിൽ കൊണ്ടുവന്നപ്പോൾ നല്ല വൈബായിട്ടുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജേർണലിംഗ് ചെയ്യാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള മഗ്ഗാണ്. വൈബ് തന്നെയായിരുന്നു.
ഇനി ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഞാൻ എ ലിറ്റിൽ നോട്ട് ടു യു എന്ന് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പേപ്പറിന്ന് ഓരോ വേർഡ് വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഗ്രിഡ് ലൈൻസ് ഒട്ടിച്ച ആ ഒരു സൈഡിലായിട്ട് ഓരോ വേർഡ് വീതം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഒട്ടിക്കുന്നതിന്റെ മുന്നേ എങ്ങനെയുണ്ട് എന്നൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ടാണ് ഫൈനലായിട്ട് നമ്മൾ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിക്കുന്നുള്ളൂ. ഇങ്ങനെ വെറുതെ വെച്ച് നോക്കിയപ്പോൾ തന്നെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നി. അതുകൊണ്ട് അങ്ങനെ തന്നെ ഒട്ടിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു പേജ് ചെയ്യുന്നതിൻ്റെ മുന്നേ കുറേ നേരം പിൻട്രസ്റ്റിൽ ഇരുന്ന് നോക്കി എന്താ ഇപ്പം ചെയ്യുക, എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കി. അവസാനം എനിക്കൊന്നും ശരിയായില്ല. അപ്പം ഞാൻ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചപ്പോൾ ഈ ഒരു എൻവലപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ലെറ്റർ എഴുതി അതിൽ വെക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് സെറ്റായി. ഇനി ഒരു സൈഡും കൂടെ ഉണ്ട്. ആ സൈഡിലാണെങ്കിൽ എനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യാൻ തോന്നിയില്ല. ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ല. അപ്പം പിന്നെ ഈ ഒരു ഗ്രിഡ് ലൈൻസ് വരുന്ന സ്റ്റിക്കി നോട്ട് ഉള്ളത് കൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുഴപ്പമില്ലാണ്ട് വന്നു. ഇനി നമുക്ക് ലെറ്റർ എഴുതിയിട്ട് ആ ഒരു എൻവലപ്പിലേക്ക് വെക്കണം. നമുക്ക് ലെറ്റർ എഴുതാം. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഒരു കുഞ്ഞു പേപ്പർ എടുത്തിട്ട് തോട്ട്സും കാര്യങ്ങളും കറന്റ് സിറ്റുവേഷനും ഒക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലെറ്റർ നല്ലതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഞാൻ എന്നിട്ട് ഒരു ഓഷി ടേപ്പ് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് സെക്യൂർഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിൽ വെക്കുകയാണ്, നമ്മുടെ ഡയറി തന്നെയാണുള്ളത്, ജേർണൽ തന്നെയാണുള്ളത്. എന്നാലും ഒരു ഭംഗിക്ക് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ എൻവലപ്പിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ജെല്ലി ടൈപ്പ് ടെഡ്ഡി ബെയർ ഷേപ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റിക്കറാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ആദ്യം അത് എടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ എൻവലപ്പിൻ്റെ അവിടെയായിട്ട് ഒട്ടിക്കാമെന്ന്. അതുകൊണ്ടാണ് അതിനൊരു വശപ്പിശക്. അതെടുത്ത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു എൻവലപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ ജേർണൽ പേജ് ഇങ്ങനെയാണ് ആയി വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. എപ്പോഴും ഞാനിങ്ങനെ തന്നെയാണ് പറയാറ്. എന്നാൽ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം അത്യാവശ്യം സിമ്പിളായിട്ട് ചെയ്തതാണ്. കുറച്ച് അധികം ടൈം എടുത്ത് ഞാൻ പതുക്കെയാണ് ചെയ്തത്. പക്ഷെ ഭയങ്കര സിമ്പിളാണ്. ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് ബൂസ്റ്റും കുടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് തീർന്നിട്ടുമില്ല. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ഫുള്ളായിട്ട് കുടിച്ചു. എന്നിട്ട് ഞാൻ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അത് വൃത്തികേടായിട്ടില്ല. സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു. ഞാൻ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പേപ്പർ പീസൊക്കെ അപ്പം തന്നെ കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വൃത്തികേടായിട്ടില്ലായിരുന്നു. ഞാൻ കാണിച്ചു തന്നതാണ്. എന്നാലും ഇതാണ് നമ്മുടെ ജേർണൽ പേജിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലും ലെറ്ററൊക്കെ എഴുതി ഇങ്ങനെ സിമ്പിളായിട്ട് ഓരോ ജേർണൽ പേജൊക്കെ ചെയ്തു നോക്കുക. ഇനിയിപ്പോൾ എന്താ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ജേർണലിങ് തന്നെ ഞാൻ പതുക്കെ ചെയ്തത്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ. ഇത് നമുക്ക് ഒന്ന് ആസ്വദിച്ച് പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നർ ഉച്ചയ്ക്കുള്ള അതേ സെയിം തന്നെയായിരുന്നു. ഈ ഒരു ബുക്കാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ കുറേ നാളായി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമേ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് വായിക്കാണ്. സെക്കൻഡ് പാർട്ട് ഉദ്ദേശിച്ചത് സെക്കൻഡ് സെക്ഷൻ, ഈ ഒരു സ്റ്റോറിയിൽ വരുന്നത്. അതിൻ്റെ ടൈറ്റിൽ വരുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നാണ്. അത് കുറച്ച് സമയം ഇരുന്ന് വായിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് റീഡിങ്ങിലേക്ക് കംപ്ലീറ്റ്ലി വരാൻ പറ്റുന്നില്ല. കുറെ നാളായി ഈ ഒരു റീഡിംഗ് സ്ലംപ് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വായിച്ച് ഞാൻ നിർത്തി. എന്നിട്ട് ഞാൻ കുറച്ച് യൂട്യൂബ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണാന്ന് പറഞ്ഞിട്ട് പോയി. ഇതെന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ആണ്. സോയ അബ്ബാസ് എന്നാണ് പേര്. കുറെ നാളായി ആള് വീഡിയോസ് ഒന്നും ഇടാത്തത്. ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ വ്ളോഗ് കണ്ടു. പിന്നെ വേറെ വ്ളോഗ് കണ്ടു. അങ്ങനെ കുറെ വ്ളോഗ് കണ്ടു. പിന്നെ ഉറക്ക് വന്നപ്പോൾ റൂമിലേക്ക് പോയി ഉറങ്ങി. അപ്പം അത്രയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.